കനത്ത വേനൽ ചൂട് ഇടുക്കി തേക്കടി തടാകത്തെയും ബാധിക്കുകയാണ്. തടാകത്തിലെ വെള്ളം വറ്റുന്നതിനാൽ വിനോദസഞ്ചാരികൾക്കായുള്ള ബോട്ടുകളുടെ അടിത്തട്ട് ഇടിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ബോട്ടുകളിൽ യാത്രക്കാരുടെ എണ്ണം പകുതിയിലും താഴെയായി വെട്ടിക്കുറച്ചാണ് യാത്ര നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തേക്കടി തടാകത്തിന്റെ നടുഭാഗത്തായിട്ടാണ്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് എന്നേക്കാളും ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു വരുന്നത് ചൂട് എങ്ങനെയൊക്കെ ഏതൊക്കെ മേഖലയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ തേക്കടി തടാകം ബോട്ട് ലാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഈ ഭാഗത്ത് ഇപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളം വറ്റി വരേണ്ട അവസ്ഥയിലാണ്. ആ കാണുന്ന ചെങ്ങാടത്തിലാണ് ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ആളുകളെ കൊണ്ടുപോയിരുന്നത് ട്രക്കിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളം വറ്റി വരേണ്ട അവസ്ഥയിലാണ്. ഇനി ചുറ്റി വരികയാണെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരികയാണെങ്കിലും വെള്ളം പൂർണ്ണമായിട്ടും വറ്റി വരണ്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കനത്ത ചൂടാണ്. അപ്പോൾ ബോട്ടിങ് ഇത്തരത്തിൽ ബോട്ടിപ്പോൾ ബോട്ടിന്റെ അടിഭാഗം താഴെ തിട്ടയിലും ചെളിയിലും ഒക്കെ ഇടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിന്റെ കപ്പാസിറ്റി വെട്ടിക്കുറയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. വനം വകുപ്പും KTDCയും ചേർന്നാണ് ഇവിടെ ബോട്ടിങ് നടത്തുന്നത്. 8ഓളം ബോട്ടുകളുണ്ട്. ഇതിൽ 120 സീറ്റുള്ള ബോട്ട് 40 സീറ്റായിട്ട് ചുരുക്കേണ്ടി വന്നിരിക്കുന്നു. ഒരു ബോട്ടിൽ 40 പേരെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം ബോട്ടിന്റെ അടിഭാഗം ചെളിയിലും മൺതിട്ടകളിലും ഒക്കെ ഇടിക്കുന്ന അവസ്ഥയാണ്. ഈ ദൂരത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ മരക്കുറ്റികൾ ഉയർന്നു നിൽക്കുന്ന. ആ മരക്കുറ്റിയുടെയൊക്കെ ഒരു പകുതി വരെ അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ആ മരക്കുറ്റികളൊക്കെ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് മറ്റു മേഖലകളിലുള്ളവരെയും ബാധിക്കുന്നുണ്ട്. അതായത് ആദിവാസി സമൂഹങ്ങളിലൊക്കെ പെട്ടവർ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഉൾക്കാടിനെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ബോട്ടിങ്ങിന് ഒരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ തേക്കടി തടാകത്തിലെ വെള്ളം കൂടുതൽ വറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ ബോട്ടിംഗ് പൂർണ്ണമായും നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഓരോ ദിവസവും നമ്മുടെ ഈ വാട്ടർ ലെവൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏകദേശം ഒരു 109 അടി ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബോട്ട് ലാൻഡിങ്ങിൻ്റെ ആൾക്കാർ കയറുന്ന സ്ഥലം നമ്മളൊരു ടെമ്പററി ബോട്ട് ജെട്ടി ഉണ്ടാക്കി അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം മഴ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മൾ ആ പ്രതീക്ഷ ഇതായി പോയി. കാരണം മഴ പെയ്തില്ല ഇവിടെ. തേക്കടിയിലെ പ്രധാന ഒരു വരുമാനമാണ് ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ തന്നെ അത് പകുതിയിലേക്ക് മാറിയിരിക്കുകയാണ്. വേനൽ മഴ കനിഞ്ഞെങ്കിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ. വേനൽ മഴയ്ക്കായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. തേക്കടിയിൽ നിന്നും നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.